വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സോയാബീനെ കൊണ്ടൊരു റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സാധാരണ നമ്മൾ ചിക്കൻ മട്ടൺ റോസ്റ്റൊക്കെ ഉണ്ടാക്കണില്ലേ, ഏകദേശം സെയിം പ്രൊസീജിയറാണ് അതിൻ്റെ മാതിരി. ഇത് 100 ഗ്രാം സോയ എടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂർ വെച്ച് മുറിച്ചെടുത്തതാണിത്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളയണം, അതിൻ്റെ ഒരു സ്മെല്ല് പോകണമെങ്കിൽ. അത് ചെയ്ത ശേഷം വെച്ചതാണിത്. നമുക്ക് ബാക്കി നമ്മളിപ്പോൾ മട്ടണോ ചിക്കനോ ചെയ്യണം അതേമാതിരി തന്നെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. 2 വലിയ ഉള്ളി, 1 തക്കാളി, 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ പെപ്പർ പൗഡർ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത് 3 ഞാൻ ഓരോ ടീസ്പൂൺ വീതം എടുത്ത് വെച്ചതാണത്. കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വെച്ച സോയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 പ്രഷർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവട്ടെ. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3 പ്രഷർ നല്ലോണം വേവട്ടെ. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് കടുക് ഇടാൻ പോകും. കടുകൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിട്ട് ഉള്ളി എടുത്ത് വെച്ച 2 ഉള്ളി മുറിച്ചതാണിത്. അതും പച്ചമുളക്. ഇവിടെ സോയാബീൻ നല്ല 3 പ്രഷർ കൊടുത്ത് വെന്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ടത്. ഇത് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ബ്രൗൺ കളറായി വരാൻ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറാവണം വരെ ഉള്ളി നല്ലോണം വരണം. ഇതിലേക്ക് നമ്മൾ ആ കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറിനും ചപ്പാത്തിക്കോ എല്ലാത്തിനും എടുക്കാം. ഉള്ളി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് 3 എടുത്തിരിക്കണം. അത് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ പെപ്പർ ലാസ്റ്റ് ഇട്ടാൽ മതി, പെപ്പർ പൗഡർ. ഇതൊന്ന് നല്ലോണം ഈ പൊടിയൊന്ന് പച്ചമണമൊന്ന് പൊടിക്കോട്ടെ. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇതൊന്ന് അടച്ച് വയ്ക്കാം. തക്കാളി നല്ലോണം ഇതിൽ ചേർന്നിട്ടുണ്ട്. നമുക്കിനി സോയ ഇട്ട് കൊടുക്കാം. സോയ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ ഇതിൽ നല്ലോണം മിക്സ് ആവട്ടെ. ഇതിന് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. സിമ്മിൽ ഒന്ന് ഫ്രൈ ആവണം. നമുക്ക് കറി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് ഒരു കറി വേണമെങ്കിലും ആക്കാം. പ്രൊസീജിയർ ഒന്നാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഡീപ്പ് ഫ്രൈ ആക്കാൻ പോകണം. ഉപ്പ് കുറച്ച് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടി ചേർക്കണം. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാബീൻ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ
ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.